കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച കേസിൽ KSU പ്രവർത്തകർക്ക് ജാമ്യമില്ല. കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ആക്രമണം നടത്തിയപ്പോൾ കരിങ്കൊടിക്കുള്ളിൽ ആയുധം വച്ചിരുന്നു എന്നുള്ള സംശയം കൂടി ഉണ്ട് എന്ന് പറയുകയും ചെയ്തത്. എന്താണ് ഇപ്പോൾ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? സിജു, കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ KSU പ്രവർത്തകരുടെ ജാമ്യം നിഷേധിച്ചത്. ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു. ഈ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെന്നും ഇവർ ആയുധം കൊണ്ടുവന്നിട്ടുണ്ട്, അത് കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കസ്റ്റഡി അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇവരുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി നിഷേധിച്ചിരിക്കുന്നത്. ഈ പോലീസ് നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. മറ്റന്നാൾ പ്രതികളെ ഹാജരാക്കണമെന്ന് കോടതിയിൽ ഹാജരാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെയുള്ള 5 KSU പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയും ചെയ്തത്. ഇതിന്റെ തെളിവുകൾ കൂടുതലായി കണ്ടെത്തുന്നതിന് വേണ്ടി ഈ പ്രതികളെ കസ്റ്റഡിയിൽ വേണം, ജാമ്യം നൽകരുത് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദമാണ് കോടതി അംഗീകരിച്ചത്. സന്തോഷ്, ഈ 5 പേരല്ലാതെ ഈ അതുൽ അല്ലാതെ മറ്റ് ആർക്കെങ്കിലും കൂടുതൽ അന്ന് നമുക്ക് ഈ പ്രതിഷേധം കണ്ടപ്പോൾ, ഈ അക്രമം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് കൂടുതൽ പേര് അവിടെ ഉണ്ടായിരുന്നു സ്റ്റേഷൻ പരിസരത്ത്. കൂടുതൽ പേരെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് എന്ന കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? കൂടുതൽ പേരെ പ്രതി ചേർക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല, ഈ നേരിട്ട് നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഈ 5 പേരാണ് പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റുള്ളവർ മറ്റ് പല ഭാഗങ്ങളിലായാണ് ഉണ്ടായിരുന്നത്. അവർക്കെതിരെയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ പോലീസ് അന്ന് ചുമത്തി ഇപ്പോൾ കേസന്വേഷണം നടക്കുന്നത്. ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ച് മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇപ്പോൾ വാദിച്ചിരിക്കുന്നത്. അതിനാവശ്യമായ തെളിവുകൾ കണ്ടെത്തുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം തന്നെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത് മന്ത്രിക്കെതിരെ അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല, സമാധാനപരമായ പ്രതിഷേധം മാത്രമാണ് ഉണ്ടായിരുന്നത്. മന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്തുന്ന രീതിയിലേക്ക് പ്രതികൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് തെറ്റാണ്, ജാമ്യം അനുവദിക്കണം എന്നുള്ള വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. പക്ഷേ അത് കോടതി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തരം ഗുരുതര വകുപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ഇപ്പോൾ ഈ ജാമ്യം നിഷേധിച്ച 5 പേർ എന്ന് പറഞ്ഞാൽ അന്ന് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ, അതായത് മന്ത്രി നിന്ന അടുത്തേക്ക് വളരെ കൃത്യമായി ഈ കരിങ്കൊടിയുമായി എത്തി ചെന്ന് നേരിട്ട് അക്രമത്തിൽ പങ്കെടുത്തത് ഈ 5 പേർ മാത്രമാണ്. അക്കാര്യം പ്രോസിക്യൂഷൻ വ്യക്തതയുണ്ട്. തീർച്ചയായും അന്ന് നേരിട്ട് അവിടേക്ക് എത്തിയിട്ടുള്ള ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇതിന്റെ FIR-ൽ കൃത്യമായി പ്രതികളുടെ എണ്ണം കാണിച്ചിട്ടില്ല. പ്രതികളുടെ എണ്ണം ഇല്ലാതെയാണ് ഈ FIR അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഇതുവരെ മറ്റു കൂടുതൽ ആളുകളെ പ്രതി ചേർത്തിട്ടില്ല. ഇത് കേസന്വേഷണത്തിന്റെ ഭാഗമായി ഈ നിലവിലുള്ള പ്രതികളെ കൂടുതൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിന്റെ എല്ലാം ഭാഗമായിട്ടായിരിക്കും അത്തരത്തിൽ ഇനി കൂട്ടിച്ചേർക്കുന്ന കാര്യത്തിലെല്ലാം വിശദാംശങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കസ്റ്റഡി അപേക്ഷ നൽകുകയും കസ്റ്റഡി ആവശ്യമാണ് എന്നുള്ള വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയും ചെയ്തത്. ശരി, സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച കേസിൽ 5 പേർക്ക് KSU ജില്ലാ സെക്രട്ടറി അതുൽ ഉൾപ്പെടെയുള്ള 5 പേർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി.